എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതിന് പിന്നാലെ പരിസരത്തുണ്ടായിരുന്ന യുവാക്കളടക്കം രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു. വിമാനം തകർന്നു വീണതും അതിന് തീപിടിക്കുന്നതുമൊക്കെ നേരിൽ കണ്ടയാളാണ് പ്രിൻസ്. ദൃക്സാക്ഷിയായ പ്രിൻസിന്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് വലിയ കോൺക്രീറ്റ് പാളികളടക്കം അടർന്നു വീണതായി പ്രിൻസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിമാനത്തിന്റെ ഒരു ഭാഗത്ത് വലിയ തീഗോളമായിരുന്നു. 25ഓളം വിദ്യാർത്ഥികളെ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്നും പ്രിൻസ് പറഞ്ഞു. നോബിൾ മാരിക്കാരൻ സംഭവ സ്ഥലത്തുനിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ്. എയർ ഇന്ത്യയുടെ ഈ വിമാനം തകർന്നതിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇത് കണ്ടത് നിരവധി ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രിൻസ് എന്ന യുവാവ് അതിന്റെ ഭാഗമായതാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. അബ് ക്യാ ദേഖാ ഉസ് ടൈം? मैं जैसे अंदर पहुंचा तो मेरे आंखों के सामने अचानक से आग आई और काला धुआं ज्यादा देखने को मिला. आगे जाके देखा तो प्लेन क्रैश हुआ था एयर इंडिया का. बाकी सब वहाँ के स्टूडेंट्स भी लाशें लेके निकल रहे थे, डेड बॉडीज लेके सारी. तो वहाँ पे देखा कि ऐसा प्लेन क्रैश हुआ. मैंने मेरे फ्रेंड्स को कॉल किया और सबको फ़ोन किया कि ऐसा हुआ है यहाँ पे, तुम लोग जल्दी आ जाओ, सबको बचाने हैं. तो अंदर जैसे एंटर हुआ देखा मैंने प्लेन का आगे का हिस्सा था कैंटीन में. करीब 70 स्टूडेंट्स लंच कर रहे थे. उसमें से हमने रेस्क्यू किए 25 to 30 स्टूडेंट्स रेस्क्यू किए हैं. तो हमने अंदर जाके देखा तो वॉल पड़ी हुई थी स्टूडेंट्स के ऊपर. खाना खाते खाते एक स्टूडेंट के हाथ में था चम्मच थी. देखने लायक नहीं था, ऐसा नज़ारा था. और फिर हम लोग ने सोचा कि सूटकेस हटाते, और सूटकेस हटाने के बाद निकली दीवार के नीचे भी स्टूडेंट्स दबे हुए थे. तो हमने आर्मीज वहाँ पे पूछ गई, पुलिस पहुँच गई, फिर मिलिट्री, बहुत सारे एम्बुलेंस, फायरमैन, सबने दीवार आगे पीछे करके बहुत सारे स्टूडेंट्स को रेस्क्यू करने में बहुत ज़्यादा मदद की हमारी. रेस्क्यू के टाइम में पुलिस और सब लोग आ गए? सब आ गए. 5 या 10 मिनट के अंदर सब लोग आ चुके हैं. आप लोगों को डर हुआ उस टाइम? मेरे को अंदर से डर था कि कुछ हो जाएगा, पर अपने जान की परवाह किए बिना हम लोग अंदर घुस चुके थे. उस टाइम में प्लेन का सिचुएशन क्या था? प्लेन का आगे का पार्ट जो आप अभी भी न्यूज में देख रहे हो ऊपर अटका हुआ है, वहाँ पे अभी की अभी वैसे भी है. और 3 पार्ट्स हो चुके थे प्लेन के. पीछे के पैसेंजर साइड्स के पार्ट्स में मैं नहीं गया क्योंकि आग वहाँ पे ज्यादा थी. എന്താണെങ്കിലും പ്രിൻസൊക്കെ ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്ന ആളുകളാണ്. എന്തൊക്കെയാണെന്ന് കണ്ടതെന്നും എന്തൊക്കെയാണ് ആ ചെയ്തതെന്നും ഒക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വിശദമായി തന്നെ പറഞ്ഞത്. എന്താണെങ്കിലും നാട്ടുകാരും ഒക്കെ ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു എന്ന പ്രിൻസിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് വ്യക്തവുമാണ്. എത്രത്തോളം ഭയാനകമായിരുന്നു, പ്രത്യേകിച്ച് വിമാനം 3 കഷ്ണങ്ങളായി പോയി എന്നൊക്കെയാണ് പ്രിൻസ് പറയുന്നത്. ഒരു കഷ്ണം നേരത്തെ തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളൊക്കെ ഇടയിൽ കാണുന്നത് പോലെ തന്നെ ആ ബിൽഡിംഗിന്റെ മുകളിലുണ്ട്. ബാക്കി 2 കഷ്ണം താഴെ വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും 25 കുട്ടികളെ ആദ്യഘട്ടത്തിൽ ഈ ക്യാന്റീനിൽ ഉണ്ടായിരുന്ന 25 ഹോസ്റ്റലിലുണ്ടായിരുന്ന 25 പേരെ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുകൂടി പ്രിൻസിപ്പോൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർക്കടനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, അഹമ്മദാബാദ്.